ഈശോയിൽ സ്നേഹിക്കപ്പെട്ടവരെ, ഈ ഞായറാഴ്ച ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മൾ ധ്യാനിക്കുക. ഈശോ അപ്പസ്തോലന്മാർ പ്രത്യേക ദൗത്യവുമായിട്ട് അയക്കുകയാണ്. അപ്പസ്തോലന്മാരെ ഏറ്റവും വിശ്വസ്തയോടെ ദൗത്യം നിറവേറ്റണം. ഒന്നാമത്തെ വാക്യം നമ്മൾ മനസ്സിൽ കൊണ്ടുവരുന്ന നല്ലതാണ്. സകല പിശാചുക്കളുടെയും മേൽ അവർക്ക് അധികാരവും ശക്തിയും ഈശോ കൊടുക്കുന്നു. ഗ്രീക്ക് ഭാഷയിലെ അധികാരം എന്നുള്ളതിന് എക്സൂസിയ, അതുപോലെ ശക്തി ഡുനാമിസ് എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. രണ്ട് വാക്കുകളും എന്താണ് അർത്ഥമാക്കുക? പ്രത്യേകമായി ഈശോ അവർക്ക് ശക്തി കൊടുക്കുന്നു. ഈ ശക്തി എല്ലാത്തിനും മേലാണ്, എല്ലാ ദുഷ്ടാരൂപികൾക്കും മേലായ ശക്തിയാണ്. അവരുടെ മേലുള്ള പ്രത്യേകമായ ആധിപത്യത്തിന് പ്രത്യേകമായ അധികാരം നൽകുകയാണ്. രണ്ടും ബന്ധപ്പെട്ടു പോകുന്നതാണ്. ദൈവത്തിൻ്റെ സുവിശേഷം വിജയിക്കുന്നു എന്നുള്ളതിന് സാധൂകരണമായിട്ട് ലൂക്കാ പ്രത്യേകമായി കാണുക ഈ ശക്തിയാണ്. പ്രത്യേകിച്ച് പൈശാചിക ശക്തികളുടെ മേലുള്ള അധികാരമാണ്. എല്ലാ പിശാചുക്കളെയും കീഴ്പ്പെടുത്താൻ സാധിക്കും എന്ന് തന്നെയാണ് കർത്താവ് പറയുക. ഒരു ശക്തിയും ഒരു തിന്മയുടെ സ്വാധീനവും ക്രിസ്തു ശിഷ്യന് കീഴ്പ്പെടുത്താൻ പറ്റാത്തതായിട്ടൊന്നില്ല എന്നോർക്കുക. അത് നമ്മൾ ആദ്യം തന്നെ ഇന്നത്തെ സുവിശേഷം വായിച്ച് ധ്യാനിക്കുമ്പോൾ ചിന്തിക്കുക. കർത്താവിൻ്റെ ശക്തി അതെല്ലാത്തിലും മേലാണ്. പലരും ഇന്ന് ആന്തരികമായിട്ടുള്ള പലതരത്തിലുള്ള ഭയപ്പാടുകളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. മന്ത്രവാദത്തെപ്പറ്റി, കൂടോത്രത്തെപ്പറ്റിയൊക്കെ പേടിച്ച് മുന്നോട്ട് പോകുന്നവർ, അന്യദേവന്മാരുടെ കോപമാണ് തങ്ങളുടെ ജീവിതത്തിലെ പരാജയത്തിന് കാരണം എന്ന് കരുതുന്നവർ, അങ്ങനെ വിശ്വാസം അപൂർണമായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള ചില വ്യക്തികളെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ തന്നെ ജീവിതത്തിൽ ഇതുപോലെ ചിലപ്പോഴെങ്കിലും നമ്മൾ വീണുപോയിട്ടുള്ള നിമിഷങ്ങളുണ്ട്. യേശുവിൻ്റെ സുവിശേഷത്തിനും സുവിശേഷത്തിൻ്റെ ശക്തിക്കും ഒന്നാം സ്ഥാനം കൊടുക്കാതെ തീർത്തും മാനുഷികമായ ചിന്തകൾ, മറ്റുള്ളവരുടെ പ്രേരണകൾ, ഇതൊക്കെ മൂലം നമ്മുടെ വിശ്വാസത്തിൽ കുറവ് വന്നിട്ടുണ്ട്. ആകയാൽ നമുക്കിന്ന് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാം. ഈശോയുടെ സുവിശേഷത്തിൻ്റെ ശക്തി നമ്മിൽ നിറയുന്നതിന്, എല്ലാ തരത്തിലുള്ള പൈശാചിക സ്വാധീനങ്ങളിൽ നിന്ന്, തിന്മയുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് നാം വിമോചിതരാകുന്നതിന് ശക്തമായിട്ട് കർത്താവിൻ്റെ ഇടപെടലുണ്ടാകാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. രണ്ടാമത്, ഈശോ നമുക്ക് നൽകുന്ന എല്ലാ സുവിശേഷ പ്രവർത്തകർക്കും, വിശാലമായി പറഞ്ഞാൽ എല്ലാ ക്രൈസ്തവർക്കും നൽകുന്ന സന്ദേശമാണ്. നിങ്ങളുടെ യാത്ര, മിഷൻ യാത്ര എന്ന് പറയുന്നത് സ്വന്തം കംഫർട്ട് സോൺ, സുഖസൗകര്യങ്ങളിൽ നിന്ന് വിട്ടുള്ള യാത്രയാണ്. ആ യാത്രയിൽ ദൈവത്തിൻ്റെ പരിപാലനം നൽകുന്ന സുരക്ഷിതത്വം മാത്രം മതി എന്ന് കർത്താവ് പറയുകയാണ്. യാത്രയ്ക്ക് വടിയോ സഞ്ചിയോ അപ്പമോ പണമോ ഒന്നും വേണ്ട. ഇവിടെ പറയുന്ന ആ സഞ്ചി സന്യാസികൾ കൊണ്ടുപോകുന്ന ഭിക്ഷാപാത്രമാണ്. പണവും അപ്പവും വേണ്ട എന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആതിഥേയരെ അവരുടെ ഹൃദയത്തിൽ നല്ല പ്രചോദനം നൽകുന്ന ദൈവത്തെ വിശ്വസിക്കുക എന്നാണ് പറയുന്നത്. പക്ഷെ ചിലപ്പോഴൊക്കെ നമുക്കറിയാം, മനുഷ്യ സഹജമായിട്ടുള്ള ചില ചിന്തകൾ ഏറ്റവും നല്ല സുരക്ഷിതത്വം തേടാനായിട്ടാണ്, ഏറ്റവും നല്ല വീട് കണ്ടെത്താനാണ്, വീടുകളിൽ നിന്ന് വീടുകളിലേക്ക് പോവുക, മാക്സിമം പ്രോഫിറ്റ്, കൂടുതൽ പണമുണ്ടാക്കുക,
ഏറ്റവും കൂടുതൽ കോണ്ടാക്റ്റുകൾ നേടുക, അതൊക്കെ ധനസമ്പാദനത്തിനായിട്ട് ഉപയോഗിക്കുക. ഇങ്ങനെ പലപ്പോഴും സുവിശേഷവും പണവുമായി കൂട്ടിപ്പിടിപ്പിക്കുന്ന പല വ്യക്തിത്വങ്ങളെയും നമ്മൾ കാണുന്നുണ്ട്. നല്ല രീതിയിലൊക്കെ സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങി അവസാനം പണത്തിനു വേണ്ടി സുവിശേഷത്തെ മറന്നുപോയ ചില വ്യക്തിത്വങ്ങൾ നമ്മൾ ചുറ്റിലും കാണുന്നുണ്ട്. അവർക്ക് ആദ്യമുണ്ടായിരുന്ന സുവിശേഷത്തിന് എല്ലാം മറന്ന് ജീവിച്ചിരുന്ന മനുഷ്യർ, അങ്ങനെ നല്ല പേരുണ്ടായിരുന്ന മനുഷ്യർ അവസാനം എല്ലാം നഷ്ടപ്പെടുത്തിയതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്: സുവിശേഷ മൂല്യങ്ങളാണ് പ്രധാനം, അതോ നമ്മുടെ ആർത്തിയാണ്, പണത്തോടുള്ള ആർത്തി അല്ലെങ്കിൽ മറ്റ് സ്ഥാനമാനങ്ങളോടുള്ള ആർത്തി? നമുക്ക് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ പരിപാലനയിൽ ആശ്രയിക്കാം. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ യാത്രകളിൽ അത് ആ ആശ്രയം പൂർണ്ണമാകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മൂന്നാമത്, നമ്മൾ ഈ സുവിശേഷം വായിക്കുമ്പോൾ ചിന്തിക്കുക, സുവിശേഷം സ്വീകരിക്കാത്തവരുടെ സമീപനത്തെപ്പറ്റി കർത്താവ് പറയുന്ന വാക്കുകളാണ്. നിങ്ങൾ സ്വീകരിക്കാതിരിക്കുന്നവരുടെ പട്ടണത്തിൽ നിന്ന് പോകുമ്പോൾ അവർക്കെതിരെ സാക്ഷ്യത്തിനായി നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളയുക. യഹൂദന്മാർ വിജാതീയ ദേശത്ത് എങ്ങാനും പോയി തിരിച്ചു വരുമ്പോൾ അവർ ചെയ്തിരുന്നൊരു കാര്യമാണ്. വിജാതീയ സ്വാധീനങ്ങളൊന്നും തങ്ങളിലില്ല എന്ന് കാണിക്കാൻ വേണ്ടി കാലിലെ പൊടി തട്ടിക്കളയുന്ന ഒരു ആചാരം അവർ ചെയ്തിരുന്നു. ലൂക്കായുടെ സുവിശേഷത്തിലെ 10-ാം അധ്യായം 13 മുതൽ 15 വരെയുള്ള ആ തിരുവചനങ്ങളിൽ പ്രത്യേകമായി ഈശോയെ സ്വീകരിക്കാത്ത ആ പട്ടണങ്ങളെപ്പറ്റി പറയുന്ന കാര്യം തന്നെ ഇവിടെ ഓർത്താൽ മതി. നന്മയുടെ വചനം, സുവിശേഷത്തിൻ്റെ സന്ദേശം, സതുപദേശങ്ങൾ ഇന്ന് പലപ്പോഴും സ്വീകരിക്കപ്പെടുന്നില്ല. നമ്മളതൊക്കെ പറഞ്ഞാലും ഇന്നത്തെ ലോകത്തിൽ പലർക്കും അത് സ്വീകാര്യമല്ല. അപ്പോൾ എന്താണ് നമ്മുടെ ഭാഗത്തുനിന്ന് വേണ്ടത്? നമ്മൾ വിട്ടുവീഴ്ച ചെയ്യേണ്ട, പ്രത്യേകിച്ച് സുവിശേഷ മൂല്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ട എന്നാണ് പറയുക. തീർച്ചയായിട്ടും അവരോട് സാധാരണ ജീവിതത്തിലൊക്കെ വിട്ടുവീഴ്ച ചെയ്യണം, പക്ഷേ മൂല്യങ്ങളിലും തത്വങ്ങളിലും സുവിശേഷത്തിൻ്റെ അടിത്തറയിലും യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും വേണ്ട എന്നാണ് കർത്താവ് പറയുന്നത്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഒരിക്കലും സുവിശേഷം സ്വീകരിക്കാത്ത വ്യക്തികളെ നമുക്ക് അവരോട് കാരുണ്യവും അതുപോലെ തന്നെ അവരെ മനസ്സിലാക്കാനുള്ള മനോഭാവമൊക്കെ വേണം. പക്ഷേ നമ്മൾക്ക് വേണ്ടത് അവരിൽ നിന്ന് ആരോഗ്യപരമായൊരു അകലം കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം അല്ലെങ്കിൽ നമ്മളുടെ തന്നെ ജീവിതവും സുവിശേഷ മൂല്യങ്ങളില്ലാത്തതായിട്ട് പോകും. നമ്മുടെ സുവിശേഷ അടിത്തറ തന്നെ ഇല്ലാതെ പോകും. അതുകൊണ്ടത് ശ്രദ്ധിക്കാനാണ് കർത്താവ് വ്യക്തമായിട്ട് പറയുക. അപ്പോൾ ക്രിസ്തു ശിഷ്യൻ കാത്തു സൂക്ഷിക്കേണ്ട ഈ 3 കാര്യങ്ങൾ പ്രത്യേകമായിട്ട് നമുക്ക് ഓർക്കാം. പൂർണ്ണമായിട്ടും ദൈവത്തിൽ ആശ്രയിക്കാം. എല്ലാ സൃഷ്ടികളുടെയും മേൽ, എല്ലാ പൈശാചിക ശക്തികളുടെയും മേൽ കർത്താവ് അധികാരം നൽകുന്നു എന്നോർക്കാം. അതുപോലെ തന്നെ തിന്മയുടെ ശക്തികളുമായി വിട്ടുവീഴ്ച വേണ്ട, അതുമായി യാതൊരു തരത്തിലുള്ള കോംപ്രമൈസും വേണ്ട എന്ന് ഉള്ളിലോർക്കാം. അതിന് കർത്താവ് നമ്മളെ ശക്തിപ്പെടുത്തട്ടെ. ആമേൻ.